മണിച്ചിത്രത്താഴ് കണ്ടിട്ടുണ്ട്. മണിച്ചിത്രത്താഴ് പിന്നെ അതിനെ ഒരു ചെറിയ വിവാദം ഉണ്ടായിരുന്നു. അത് ചന്ദ്രമുഖി അതല്ല, വി ജസ്റ്റ് ടുക്ക് വൺ ത്രെഡ് ആണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ വാട്ട് വാസ് ഇറ്റ് അബൌട്ട്? ഇല്ലല്ല, അതങ്ങനെ ഇല്ല. മണിച്ചിത്രത്താഴിൻ്റെ റേറ്റ് വാങ്ങിച്ച് തന്നെയാണ് അവർ ചെയ്തത്. അത് പിന്നെ വാങ്ങിച്ചത് പിന്നെ ബിസിനസ് ആണല്ലോ. മണിച്ചിത്രത്താഴിൻ്റെ റീമേക്ക് ആണെങ്കിൽ ഇനി കേരളത്തിൽ ഓടിയില്ലെങ്കിലോ, കേരളത്തിൽ ആരും വാങ്ങിയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും. അല്ല, കേരളത്തിന്റെ ബിസിനസ് കാരണമാണ് അങ്ങനെ ആയിരിക്കും. പിന്നെ ഇവിടെ ബിസിനസ് ആണല്ലോ. കാര്യം മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന ഒരു ക്ലാസി സബ്ജക്റ്റ് ആണ്, ഫാസിൽ സൈഡ് ചെയ്ത സബ്ജക്റ്റ് ആണ്. അത് തമിഴ് ആൾക്കാർക്ക് മനസ്സിലാവില്ല, പിടികിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ടെൻഷൻ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. അല്ലാതെ അത് ഞാനുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആയിരുന്നില്ല. ദാറ്റ് വാസ് ദെയർ ബിസിനസ്, അവരുടെ ബിസിനസ്സിൻ്റെ പാർട്ടെന്ന നിലയിൽ. കാര്യം മണിച്ചിത്രത്താഴ് എന്ന് പറയുന്നത് പെട്ടെന്നൊന്നും അങ്ങ് പിടികിട്ടാത്തൊരു സബ്ജക്റ്റാണ്. പെട്ടെന്ന് അത് കിട്ടാൻ വലിയ പ്രയാസമുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സബ്ജക്റ്റ് തമിഴ്നാട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അയ്യോ ഇതിവിടെ വർക്കൗട്ട് ആകത്തില്ലെന്ന് ആരെങ്കിലും പേടിച്ചു പോയാലോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും അവർ അത് മണിച്ചിത്രത്താഴല്ല എന്നൊക്കെ ആദ്യകാലങ്ങളിൽ പറഞ്ഞുകൊണ്ട്. എങ്ങനെയുണ്ട്? അല്ല, അത് അത് കുറേയധികം കൊമേഴ്ഷ്യലൈസ് ചെയ്തിരിക്കുന്നു. അത് ഇവിടുത്തെ ഹീറോയിസത്തിൻ്റെ ഒരു പാർട്ടാണ്. ഞാൻ തന്നെ മണിച്ചിത്രത്താഴ് മോഹൻലാൽ ആയതുകൊണ്ട് ചെയ്തതാണ്, മലയാളികളായതുകൊണ്ട് ചെയ്തതാണ്. മോഹൻലാലോ മമ്മൂട്ടിയോ കാണിക്കുന്ന ആ ഒരു 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 ധൈര്യമോ അല്ലെങ്കിൽ ഒരു എളിമയോ മറ്റു ലാംഗ്വേജിലെ ഹീറോസ് കാണിക്കാറില്ല. അവർക്ക് ഫസ്റ്റ് റീലിൽ ഫസ്റ്റ് ഫ്രെയിമിൽ വരണം അവർ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹീറോ ഇൻട്രോവൽ പഞ്ചനാണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറോയ്ക്കും ഹീറോയുടെ ഫാൻസിനൊന്നും താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാനത് മറ്റു ഭാഷകളിൽ എടുക്കാതിരുന്നത്. പക്ഷേ പി വാസു അത് ഫസ്റ്റ് ഹാഫ് വേറെ വിധത്തിൽ മാറ്റി. ഹീറോ ആദ്യം തന്നെ പ്രത്യക്ഷപ്പെടുന്നു. കന്നഡ കണ്ടോ സർ? കന്നഡ കണ്ടിട്ടില്ല. ഇപ്പോൾ സാറ് പറയണു തമിഴ് ചിത്രങ്ങളിൽ ഇങ്ങനെ ഒരു ഹീറോയിസം ഇവർക്ക് വേണം എന്നുള്ള അവരുണ്ടാക്കി വെച്ചിരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെ ഒരു ചുറ്റുപാടിലും കൂടി സാറ് വന്നിട്ട് യു ഹാവ് ഗിവൻ സം സക്സസ് വിച്ച് നെവർ ഹാഡ് എ ഹീറോയിസം കാണിക്കണ ഒരു ക്യാരക്ടറോ ഒരു ആർട്ടിസ്റ്റോ ഉണ്ടായിരുന്നു. വിജയിന്റെയും ചെയ്തു. വിജയ്ക്കും അതൊരു ഭയങ്കര ബ്രേക്ക് ആയിരുന്നു. വിജയ് എല്ലാ വീടുകളിലേക്കും കടന്നത്. എല്ലാം നോക്കുമ്പോ തീമാണ് കിങ്. ഷുവർ, അത് സംശയം വേണ്ട. പക്ഷേ ഈ പറയുന്നത് പോലെ ചില കാര്യങ്ങൾ നമ്മളിപ്പം മണിച്ചിത്രത്താഴാണ് കിങ്, അതിന്റെ തീമാണ് കിങ് എന്ന് പറഞ്ഞാൽ മോഹൻലാൽ വേണ്ടെന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല, എം ജി രാധാകൃഷ്ണൻ വേണ്ടെന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. അത് ഒരാൾ അക്സെപ്റ്റ് ചെയ്ത ഒരാളൊന്ന് പറയുമ്പം അത് വിശ്വസിക്കാൻ തോന്നണമെങ്കിൽ അത് പറയുന്ന ആളായിരിക്കണം. കാര്യം ഇങ്ങനെ ഈ 100-150 വർഷം മുമ്പുള്ള ഒരു സംഗീതം ഈ ചിത്രത്തിൽ വേണമെന്ന് പറയുമ്പം ദക്ഷിണാമൂർത്തി സ്വാമിയോ എം ജി രാധാകൃഷ്ണനോ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അന്ന് എം ജി രാധാകൃഷ്ണൻ സാറിന് ഇട്ടത്. അപ്പം ഇങ്ങനെ ആർട്ടിസ്റ്റുകളൊക്കെ വേണം, പക്ഷേ കിങ്ങിന് സബ്ജക്റ്റ് തന്നെയാണ്. അത് എക്സിക്യൂട്ട് ചെയ്യാൻ ഒരു ഡയറക്ടർ വേണമെന്ന് പറയുന്നത് പോലെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ ആർട്ടിസ്റ്റ് വേണം, ടെക്നീഷ്യൻ വേണം, അതുപോലെ തന്നെ ടെക്നീഷ്യനും വേണം, ഫോട്ടോഗ്രാഫറും ഒക്കെ അതിനകത്ത് പാർട്ടല്ലേ. സ്റ്റാർ വേണോ അതോ ന്യൂ കമർ? സബ്ജക്റ്റ് ഇപ്പം നമ്മൾ പറയുകയാണ്, ഇങ്ങനെ ഒരു കാര്യം പറയാനുണ്ട്, ഈ പറയാനുണ്ടെങ്കിൽ ആ കഥാപാത്രം ഇന്നാൾ പറഞ്ഞാലേ പറ്റൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഞാൻ അനിയത്തി പ്രാവിൽ ഒരു ഹീറോയിനും പ്രണയിച്ചു. എന്നിട്ട് അവർ തീരുമാനിക്കുകയാണ് പിരിയാന്ന്. അപ്പോൾ അവർ തീരുമാനിക്കുമ്പം അവർക്ക് പേരൻസിനോട് ഇഷ്ടം വരണം. അപ്പോൾ പേരൻസ് അങ്ങനെ ആയിരിക്കണം അവരുടെ അടുത്ത് പെരുമാറിയിരിക്കുന്നത്. ഇപ്പോൾ തിലകൻ ചേട്ടൻ ഹീറോയുടെ അച്ഛനാണ്. തിലകൻ ചേട്ടൻ ഇവൻ എലോപ്പ് ചെയ്ത് കഴിയുമ്പോൾ വന്നിട്ട് പറയും അവളെ കൂടെ കയറ്റാൻ പറ്റത്തില്ല, നീ വണ്ടി കയറാൻ പറയും. അവൻ പറയും കയറില്ല എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ പറയണത് നിൻ്റെ കഴുത്തറുത്ത്, അവളുടെ ആങ്ങളമാരും നിൻ്റെ കഴുത്തറുത്ത് എൻ്റെ കാലയെ കൊണ്ടിട്ടാലും ഈ കണ്ണീന്നൊരു തുള്ളി കണ്ണീര് പൊടിയില്ല എന്നും പറഞ്ഞ് നടന്നു പോയ ആൾ തിരിച്ചു വന്നിട്ട് വന്നേക്കണേടാ പൊന്നു മോനെ എന്ന് പറയുന്നുണ്ടേ. അപ്പം അത് തിലകൻ ചേട്ടൻ പറഞ്ഞാലേ അതിൻ്റെ എഫക്റ്റ് കിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഒരു ഫാദറിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ തോന്നും. അതുകൊണ്ടാണ് നമ്മൾ സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ സബ്ജക്റ്റ് ഇന്ന ആൾ പറഞ്ഞാലേ ശരിയാവുള്ളൂ എന്ന് വേണമെങ്കിൽ ഈ ആർട്ടിസ്റ്റ് തന്നെ വേണം. അപ്പം അനിയത്തി പ്രാവിന് KPSC എഴുതുകയും ശ്രീവിദ്യയൊക്കെ ഒരു പാർട്ട് തന്നെയാണത്. അത് ഞാൻ പുതുമുഖങ്ങളിട്ട് ഞാൻ ചിലപ്പോൾ പാളിപ്പോയി. പക്ഷെ അതുപോലെ ഈ കുഞ്ചാക്കോ ബോബൻ്റെ സ്ഥാനത്ത് അന്നത്തെ ഒരു ഹീറോ ഇട്ടാലും ചിലപ്പോൾ പാളിപ്പോയി. ഇത് രണ്ടും സംഭവിക്കും. പക്ഷെ അത് ഡിസൈഡ് ചെയ്യാനുള്ള ഒരു കഴിവ് വേണ്ടേ? അതേമാതിരി അങ്ങനെ കുറെ ന്യൂ കമേഴ്സിയും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. മകനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടല്ലോ കയ്യെത്തും ദൂരത്ത്. പിന്നെ അത് ശരിയായില്ല പറഞ്ഞിട്ട് ദെൻ സ്റ്റോപ്പ് ചെയ്തോ അതോ വേണ്ട? അല്ലല്ല, അവൻ BCom പഠിക്കുമ്പം അമേരിക്കയിലേക്ക് പോകാനായിട്ട് അവന് ടെസ്റ്റ് എഴുതി ചാൻസ് കിട്ടി. അപ്പോൾ ഒരു 6 മാസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു.
കോളേജിൽ പോവാതെ. ഈ 6 മാസത്തിനിടയ്ക്കാണ് അവനത് ചെയ്തത്, ആ പടം ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അമേരിക്കയിൽ പോയി. അവൻ്റെ എയിം തിരിച്ചു വരിക, സിനിമ തന്നെയാണ്. ശരി, ഞാൻ ചില നെയിംസ് പറയും. നെയിംസ് പറയുമ്പോൾ സാറിൻ്റെ റിയാക്ഷൻ എന്ന് വെച്ചാൽ ലൈക്ക് യു നോ ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. ഹീസ് എ ഗുഡ് ആക്ടർ ഓർ ഐ ഡോണ്ട് നോ വാട്ട് എവർ ഈസ് യുവർ അത് പറയണം. മോഹൻലാൽ. ഫ്ലെക്സിബിലിറ്റി. ഫാസിൽ. ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി. ഫാസിൽ ഓൾസോ. അല്ലല്ല, മോഹൻലാൽ ഫ്ലെക്സിബിലിറ്റി. ഫാസിൽ creativity. Yes, that is simplicity. nice. Simplicity. Okay. Shah Rukh Khan. Actor. Shah Rukh Khan. It's a mixture of Marlon Brando, Dilip Kumar and Amitabh Bachchan. Wow. ഇംപ്രസ് ചെയ്തിരിക്കുകയാണ്. ഇല്ല, ദ ഗ്രേറ്റസ്റ്റ് ആക്ടർ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഗ്രേറ്റസ്റ്റ് ആക്ടർ എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് മർലിൻ ബ്രാൻഡോ. അപ്പം മർലിൻ ബ്രാൻഡോയുടെ സ്കൂളാണ് ദിലീപ് ഫോളോ ചെയ്തിരിക്കുന്നത് എന്നെനിക്ക് നല്ല വിശ്വാസമുണ്ട്. ദിലീപിനെയാണ് അമിതാഭ് ബച്ചൻ ഫോളോ ചെയ്തിരിക്കുന്നത്. അമിതാഭ് ബച്ചൻ്റെ ആദ്യകാല മൂവിയെല്ലാം ദിലീപ് കുമാർ മുഗളിയാസത്തിലെടുത്തൊരു പാറ്റേൺ ഉണ്ട്. ഈ ചിൻ ഡൗൺ ചെയ്ത് കണ്ണപ്പ് ചെയ്ത് കണ്ണിൻ്റെ അടിയിൽ വെള്ളയൊക്കെ കാണിച്ചിട്ട് ഒരു ആക്ടിങ് സാധനം ബ്രോ എന്നൊക്കെ സംസാരിച്ചിട്ട് അതാണ് അമിതാഭ് ഫോളോ ചെയ്തത്. അമിതാഭിന് പിന്നീട് അത് കോമഡി മിക്സ് ചെയ്യാൻ തുടങ്ങി, ഡാൻസ് മിക്സ് ചെയ്യാൻ തുടങ്ങി. അമിതാഭിൻ്റെയും ദിലീപിൻ്റെയും ഒരു 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 കോമ്പിനേഷൻ പോലാണ് ഈ ഷാറൂഖ് ഖാൻ. ഇത് കുറച്ച് സഭയെടുത്ത് പോകുന്ന അല്ല, അടൂർ ഗോപാലകൃഷ്ണൻ എനിക്കിപ്പം ഒരു ആദരവുള്ള മനുഷ്യനാണ്, വളരെ ആദരവുള്ളൊരു മനുഷ്യനാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല സൃഷ്ടി എന്ന് പറഞ്ഞാൽ എലിപ്പത്തായി മാത്രം എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. കുടിയേറ്റം, വിധേയൻ, അങ്ങനെ പല പടങ്ങളും കണ്ടിട്ടുണ്ട്. ആൻഡ് ഹീസ് ഹാവിങ് ഇൻ സോൺ സ്കൂൾ. മമ്മൂട്ടി. ഈ മമ്മൂട്ടിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മാതൃകയാണ്. ഇപ്പോൾ വരുന്ന പടം തമിഴിലും മലയാളത്തിലോ വരും? തമിഴ് മാത്രം. അതെന്താ അങ്ങനെ? തമിഴ് അല്ല, അത് അങ്ങനത്തെ സബ്ജക്റ്റാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച് സർ. ഓക്കെ, ഞാൻ ആർക്കാണ് താങ്ക്സ് പറയേണ്ടത്? എല്ലാവർക്കും, അമ്മയുടെ പ്രേക്ഷകർക്കും ഇത് എന്നെ ഇങ്ങോട്ട് വിളിച്ചവർക്കും ശ്രീകുടനും രോഹിണിക്കും എല്ലാവർക്കും എൻ്റെ താങ്ക്സ്.